ഇത് ഗംഗയുടെ തീരത്തുള്ള ആരതിയുടെ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ആരതി അക്കരെയാണ് നമ്മൾ കാണുന്ന ആരതി നടക്കുന്നത്. ആ ആരതി കാണാൻ വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ആരതി കാണാൻ കാത്തിരിക്കും. നമ്മുടെ ടീമാണ് ഇതായിരിക്കുന്നത്. നമ്മളുടെ കൂടെ വന്ന് എല്ലാവരും ഈ ആരതി കാണാൻ വേണ്ടി അവിടെ ഇരിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ടീമും എല്ലാവരും നമ്മുടെ ടീം ഇങ്ങനെ ആരതി കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ആരതിക്ക് വേണ്ടിയിട്ട് ഇരിക്കാൻ വേണ്ടി ഒരു ഇരിപ്പിടം കൊടുക്കും. അത് 20 രൂപയാണ് ഇതിന്റെ വില. അത് അയാൾ പൈസ എല്ലാവർക്കും 20 രൂപ കൊടുത്തു. ഇതിന്റെ 20 രൂപ 20 രൂപ കിട്ടിയില്ല എന്നുള്ള പരാതി പറയുകയാണ്. ആർക്കും ഒരാളിന് കൊടുത്തതിന്റെ 20 രൂപ കിട്ടിയില്ല എന്ന് പരാതി പറയുകയാണ്. എന്തായാലും ഒരു 20 റുപ്പീസാണ് ഒരു ഇരിപ്പിന്. അതിവിടെ വരുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ തരും. നമ്മളത് വാങ്ങി ഇരിക്കാന്നുള്ളതാണ്. ഗംഗാ നദിയിലെ കുളിക്കുന്നവരുടെ ദൃശ്യമാണിത്. നമ്മുടെ പ്രകാശ് കുളിക്കാൻ തയ്യാറായി ഇറങ്ങുകയാണ്. ഗംഗയിൽ പലതവണ കുളിച്ചിട്ടുള്ള ആളാണ്. പക്ഷെ നമ്മളെല്ലാം ഗംഗയിൽ ഇറങ്ങി കുളിച്ച് പരിചയമൊന്നുമില്ല. പക്ഷെ പ്രകാശിന് അതല്ല, നിരവധി തവണ ഗംഗയിൽ കുളിച്ച് പരിചയമുള്ള ആളാണ് അദ്ദേഹം. ഗംഗയിലേക്ക് ഇറങ്ങി ഗംഗയിൽ നിന്ന് മുങ്ങി കുളിക്കാനുള്ള ഒരു നമ്മുടെ ബാലഗോപാൽ വലിയ നമ്മുടെ BJPയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയൊക്കെയാണ്. അദ്ദേഹം ഇങ്ങനെ ഗംഗയിൽ കുളിച്ച് നിർവൃതി കൊണ്ടതിന് ശേഷം തിരിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അതാ കണ്ട ബാലഗോപാല് ഗംഗയിൽ കുളിച്ചു. ഗംഗയുടെ ഒരു വിശാലമായ വീക്ഷണമാണ് നമ്മൾ കാണുന്നത്. ഗംഗാ നദി ഇങ്ങനെ ഒഴുകി വരികയാണ്. അക്കരെ കൂടെ ഹൈവേ പോകുന്നുണ്ട് ഗംഗാ നദിയുടെ. അക്കരെ ഇരിക്കുന്നത് മുഴുവനും ആരതി കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. ഇവിടെ എല്ലാം ആരതി കാണാൻ വേണ്ടി അക്കരെ അപ്പുറത്തെ സൈഡിൽ നിരവധി പേര് കാണാൻ വരുന്നുണ്ട്. അവരിങ്ങനെ കാത്തിരിക്കുക. പ്രകാശിന്റെ ഗംഗയിലെ നീരാട്ടം. ഈ നിറം കാണുമ്പോൾ നമ്മൾ അതിശയിക്കേണ്ട. ഇതൊരു വളരെ കണ്ണീര് പോലെ, കയ്യിൽ കോരിയെടുത്തു കഴിഞ്ഞാൽ വളരെ കണ്ണീര് പോലെ ഇരിക്കുന്ന ജലമാണ് ഈ ഗംഗയിലെ ജലം. നമ്മൾ നിറം എന്തോ ഒരു കലങ്ങിയ നിറം നമുക്ക് തോന്നുന്നു എന്ന് മാത്രമല്ല അതീവ തണുപ്പാണ്. നമുക്ക് ഒരുപാട് നേരമൊന്നും വെള്ളത്തിൽ അങ്ങനെ ഇറങ്ങി ഇന്ന് കുളിക്കാൻ കഴിയില്ല. വളരെ വലിയ തണുപ്പാണ്, നല്ല തണുപ്പാണ്. മാത്രമല്ല നല്ല ഒഴുക്കുമാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു ബാരിക്കേഡ്, ഒരു കമ്പി കൊണ്ട് ഒരു വേലി കെട്ടിയിരിക്കുന്നത്. അതിൽ പിടിച്ച് നമുക്ക് നിൽക്കാം. കുളിക്കുമ്പോൾ നല്ല ബാലൻസ് ഇല്ല. നമ്മൾ ഗംഗാ നദിയിലിറങ്ങി കുളിച്ച് ശീലമില്ലാത്തത് കൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അടിയിൽ കൂടി ഒഴുകി അങ്ങ് പോകും. അത്ര നല്ല ഒഴുക്കാണ്. ആ കമ്പിയിൽ നിന്ന് പിടിച്ചാൽ നമുക്കൊരു ബലം കിട്ടും. എന്തായാലും കൂട്ടത്തിൽ ഞാനും ഒന്ന് കുളിക്കാമെന്ന് വിചാരിച്ചു. ഈ മറ്റുള്ളവർ കുളിക്കുന്നതും ഗംഗയുടെ ദൃശ്യങ്ങളൊക്കെ പകർത്തുന്നതിനിടയിൽ തന്നെ ഒന്നിറങ്ങി കുളിക്കാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പാണ്. കമ്പി വേലിയിൽ പിടിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് നിൽക്കാൻ കഴിയുന്നത്. ഇല്ലെങ്കിൽ ഞാനങ്ങ് ഒഴുക്കിൽപ്പെട്ട് അങ്ങ് അടിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ നോക്കണ്ട, കിട്ടില്ല. അതാണത്തെ അവസ്ഥ. കുളിയൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ മറുകരയിൽ ഈ ഗംഗാ ആരതിയുടെ ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും കുളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഗംഗാ ആരതി കാണാനായി തയ്യാറെടുത്ത് കഴിഞ്ഞു.
ഹരിദ്വാറിലെ ഗംഗാ ആരതി ആരംഭിച്ചു കഴിഞ്ഞു. യാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.